പ്രധാനപ്പെട്ട 4 കാര്യങ്ങൾ ഉന്നയിക്കുന്നത്. അപ്പോൾ ഇത് ഈ ഇന്നത്തെ ഈ ഒരു സമരം കൊണ്ട് ഇത് നടപ്പിലാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇത് സർക്കാരിനെ കൊണ്ട് ഇത്തരത്തിലൊരു തീരുമാനം എടുപ്പിക്കുവാനുള്ള ശക്തമായ ഒരു താക്കീതായിരിക്കും. കേരളത്തിലെ സമസ്ത സർക്കാർ വിഭാഗം ജീവനക്കാരും നടത്തുന്ന ഈ സമരം, ഈ പണിമുടക്കം അതിനുതകുമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. ഇതിപ്പോ ഈ സെക്രട്ടേറിയറ്റിലേക്കും മറ്റ് കളക്ടറേറ്റിലേക്കും ഒക്കെ ഒരു ഫയൽ നീക്കും, അല്ലെങ്കിൽ ആ പ്രവർത്തനം ഈ സമരം കൊണ്ട് സ്തംഭിക്കും എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഒരു ദിവസത്തേക്ക് സ്തംഭിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഞങ്ങൾ ഒരു ദിവസത്തേക്കാണ് സൂചനാ പണിമുടക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ സൂചനാ പണിമുടക്കിൽ സർക്കാരിന്റെ യന്ത്രങ്ങൾ ചലിക്കാതിരിക്കും, സ്തംഭിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഫയൽ നീക്കം നടക്കുകയില്ല. ഇപ്പോൾ ഡയസ്നോൺ സർക്കാർ ഈ സമരത്തെ പ്രതിരോധിക്കാൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുപോലെ ഈ താൽക്കാലിക ജീവനക്കാർ ഈ സമരത്തിന്റെ ഭാഗമായാൽ അവരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുക എന്നടക്കമുള്ള ഒരു നടപടിയും സർക്കാർ ഇതിനോടൊപ്പം ആലോചിക്കുന്നുണ്ട്. അങ്ങനെ ഈ സമരത്തെ കർശനമായി നേരിടുക എന്നുള്ള ഒരു നീക്കമാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. തൊഴിലാളി സർക്കാർ എന്ന് പറയുന്ന ഒരു സർക്കാരാണല്ലോ ഡയസ്നോൺ ഏർപ്പെടുത്തിയിരിക്കുന്നത്. കരി നിയമം എന്നിവർ വിളിച്ച സർക്കാരാണല്ലോ, അല്ലെങ്കിൽ നേതാക്കന്മാരാണല്ലോ ഈ ഡയസ്നോൺ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഡയസ്നോൺ ഞങ്ങൾക്ക് പുല്ലാണ്. ഇതിനെ ഞങ്ങൾ തൃണവൽക്കരിച്ചുകൊണ്ട് സമ്പൂർണമായി പണിമുടക്കത്തിൽ ജീവനക്കാരൻ അണിനിരക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. പ്രലോഭനങ്ങൾ വേണ്ട, ഭീഷണികൾ വേണ്ട. ഈ ഭീഷണിക്കും പ്രലോഭനത്തിനൊന്നും വഴങ്ങുന്ന ഒരു വിഭാഗം ആളുകളല്ല സർക്കാർ ജീവനക്കാരൻ. സർക്കാർ ജീവനക്കാരൻ പണിമുടക്കുന്നത് 1 വർഷം 3.25 മാസത്തെ ശമ്പളം പിടിച്ചെടുത്തുകൊണ്ട് പോകുന്ന കേരളത്തിലെ സർക്കാരിന്റെ നയത്തിനെതിരായിട്ടാണ്, കേരളത്തിലെ സർക്കാരിന്റെ നടപടിക്കെതിരായിട്ടാണ്. 3.25 മാസത്തെ ശമ്പളമാണ് ഇപ്പം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതിനോടൊപ്പം 1 ദിവസത്തെ ശമ്പളം കൂടി നഷ്ടപ്പെടുത്തുവാൻ സർക്കാർ ജീവനക്കാരൻ തയ്യാറാണ് എന്നാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത്. പ്രധാനമായിട്ടും എന്തൊക്കെ ആവശ്യങ്ങളാണ് നിങ്ങൾ മുന്നോട്ട് വെക്കുന്നത്? 18% DA നമുക്ക് കിട്ടാനുണ്ട്. 7% കിട്ടുന്നത്. അതിന്റെ 2.5 ഇരട്ടിയിലധികം നമുക്ക് കിട്ടാനുണ്ട്. 1 മാസത്തെ ലീവ് സറണ്ടർ അവർ അവസാനിപ്പിച്ചിട്ട് 4 വർഷമായി. കഴിഞ്ഞ 4 വർഷമായി 4 മാസത്തെ ശമ്പളം നമുക്ക് നഷ്ടപ്പെട്ടു. ഞങ്ങളിൽ നിന്ന് 500 രൂപ മാസം വാങ്ങിക്കൊണ്ട് നടത്തുന്ന മെഡിസെപ്പ് ഇന്നാട്ടിലെ ഒരു ജീവനക്കാരന് ഒരു ഗുണവും ചെയ്യുന്നില്ല. ഒരു ആശുപത്രിയിലും ഞങ്ങൾക്ക് മെഡിസെപ്പിന്റെ പേരിൽ ചികിത്സ ലഭിക്കുന്നില്ല. ആ ചികിത്സ ലഭിക്കാത്ത സംവിധാനത്തിനെതിരായിട്ടാണ് ഞങ്ങളിൽ നിന്ന് അന്യായമായി പണം പിടുങ്ങിയിട്ട് ഞങ്ങൾക്ക് ചികിത്സ നിഷേധിക്കുന്ന രീതിക്കെതിരായിട്ടാണ് ഞങ്ങളുടെ പണിമുടക്കം. നിഷാദ, ഈ പറയുന്ന പോലെ ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് പ്രതിപക്ഷ നിരയിലെ സർവീസ് സംഘടനകൾ പ്രതിഷേധവുമായിട്ടും പണിമുടക്കുമായിട്ടും രംഗത്തിറങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇവർ പറയുന്നത് ഇന്നത്തെ സെക്രട്ടേറിയറ്റിലെയും മറ്റ് സർക്കാർ സ്ഥാപനങ്ങളിലെയും ഫയൽ നീക്കം സ്തംഭിക്കും, അത് ഇന്നത്തെ ഒരു ദിവസം കൊണ്ട് സർക്കാരിന് മനസ്സിലാകുമെന്നുള്ള കാര്യമാണ് പ്രതിപക്ഷ നിരയിലെ സർവീസ് സംഘടനകളിലെ പ്രവർത്തകർ പറയുന്നത്. അതിനെതിരെ സർക്കാർ ഡയസ്നോൺ പ്രഖ്യാപിച്ചാലും അത് തങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല. കാരണം കഴിഞ്ഞ 3-4 മാസത്തെ ശമ്പളം കുടിശ്ശികയായിട്ട് കിട്ടാനുണ്ട്. അത്ര നാളത്തെ ശമ്പളം കിട്ടാനുള്ളപ്പോൾ ഒരു ദിവസത്തെ പൈസ അങ്ങ് പോയാൽ പോകട്ടെ എന്നുള്ള ഒരു കാര്യമാണ് ഈ ഡയസ്നോണിനെതിരെ ഇവർക്ക് പറയാനുള്ളത്. എന്തായാലും ഈ പ്രതിഷേധം ശക്തമായി തന്നെ തുടരുകയാണ്. ഒരു ഭാഗത്ത് പ്രതിഷേധം തുടരുമ്പോൾ മറുഭാഗത്തുകൂടി ജീവനക്കാർ, മറ്റ് സംഘടനയിലെ ജീവനക്കാർ ജോലിക്ക് പോകുന്നു. അപ്പോൾ ഒരു ഭാഗത്ത് പ്രതിഷേധവും മറുഭാഗത്ത് സർക്കാർ അനുകൂല സംഘടനയിലെ ജീവനക്കാർ ജോലിക്ക് വരികയും ചെയ്യുന്ന ആ രംഗമാണ് നമുക്ക് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നിന്ന് കാണാൻ കഴിയുന്നത്. ഒരു തരത്തിലും മറ്റ് പ്രവർത്തകരെ ഈ സമരം നടത്തുന്ന പ്രവർത്തകർ തടയുന്ന ഒരു സ്ഥിതിയില്ല. എന്തായാലും ഈ സെക്രട്ടേറിയറ്റിലെ പ്രവർത്തനങ്ങൾ ഏതെങ്കിലുമൊക്കെ രീതിയിൽ സ്തംഭനാവസ്ഥയിലേക്കാകുമോ സ്തംഭിക്കുമോ എന്നുള്ളത് നമുക്ക് ഒരു ഉച്ചയ്ക്ക് ശേഷം അറിയാം. എത്ര ശതമാനം ഹാജർ സെക്രട്ടേറിയറ്റിലേക്കുണ്ടായി, മറ്റ് സർക്കാർ സ്ഥാപനങ്ങളിൽ എത്ര ശതമാനം ഹാജരുണ്ടായി എന്നുള്ള വിവരമൊക്കെ നമുക്ക് അല്പസമയത്തിന് ഉച്ചയോടുകൂടി മാത്രം അറിയാൻ കഴിയും. എന്തായാലും മറ്റ് ജോലിക്കെത്തുന്ന പ്രവർത്തകരെ തടയുന്ന ഒരു സ്ഥിതി എന്തായാലും ഇവിടെയില്ല. ഇപ്പോഴും ഈ പ്രതിഷേധം ഇവിടെ ശക്തമായി തന്നെ തുടരുകയാണ്. സെക്രട്ടേറിയറ്റിന് മുമ്പിൽ, അനക്സിന് മുമ്പിൽ, മറ്റ് സർക്കാർ സ്ഥാപനങ്ങൾക്ക് മുമ്പിൽ വിവിധയിടങ്ങളിൽ പ്രതിഷേധങ്ങൾ തുടരുകയാണ്. എന്തായാലും ഇവർ ഉന്നയിക്കുന്ന ഈ ആവശ്യങ്ങൾ സർക്കാർ അംഗീകരിക്കുന്നത് വരെ ഈ പ്രതിഷേധം തുടരും. അതായത് ഇന്നത്തെ ഈ ഒരു ദിവസം കൊണ്ട് സർക്കാരിന് തങ്ങളുടെ ആവശ്യങ്ങൾ മനസ്സിലാകും എന്നുള്ള കാര്യമാണ് പറയുന്നത്. എന്തായാലും സെക്രട്ടേറിയറ്റിലെ പ്രവർത്തനം, സർക്കാർ സ്ഥാപനങ്ങളിലെ പ്രവർത്തനം ഇന്നത്തെ ഒരു ദിവസം കൊണ്ട് സ്തംഭിക്കും. അതിനുശേഷം സർക്കാരിന് കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാകും എന്നുള്ള കാര്യം കൂടിയാണ് ഈ പ്രതിഷേധക്കാർ നിലവിൽ പറയുന്നത്. നിഷാ, ജീവനക്കാർക്ക് വേണ്ടി ഒന്നും തരാനും പറ്റിയിട്ട്
ജംഷീർ കൊഴുങ്ങി മലപ്പുറത്ത് നിന്നുള്ള വിവരങ്ങളുമായി. ജംഷീർ, എന്താണ് അവിടെ സംഭവിക്കുന്നത്?